നമസ്കാരം. പ്രധാന വാർത്തകൾ. യാത്രയിൽ മാറ്റമില്ല. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ കാനഡയിലേക്ക്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കാനഡയിൽ നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും. ചർച്ചയിലൂടെ നിലവിലെ സംഘർഷം തീർക്കണമെന്ന് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ആവശ്യപ്പെടും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ലോക നേതാക്കളോട് സംസാരിക്കും. ജൂൺ 15 മുതൽ 17 വരെയാണ് G7 ഉച്ചകോടി നടക്കുക. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തും. പരസ്പര ബഹുമാനത്തോടെയുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള വേദിയാകും അതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ രാവിലെ 6 മണിയോടെയാണ് ആക്ടീവ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ആലിൻ ചുവട് ചുനങ്ങാട് സുബ്രഹ്മണ്യന്റെ വാഹനമാണ് അഗ്നിക്കിരയായത്. ഷൊർണൂർ ഭാഗത്ത് നിന്ന് ചെറുതുരുത്തി ഭാഗത്തേക്ക് വരികയായിരുന്ന സുബ്രഹ്മണ്യൻ യാത്രക്കിടെ വാഹനം ചെറുതുരുത്തിയിൽ എത്തിയപ്പോൾ ആദ്യം സ്കൂട്ടറിൽ നിന്ന് പുക ഉയർന്നു. അപകടമടുത്ത് വണ്ടി നിർത്തി യാത്രക്കാരൻ ഇറങ്ങി മാറിയപ്പോഴേക്കും വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കോഴിക്കോട് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന. പോലീസിനെ കണ്ട പ്രതി ഓടി രക്ഷപ്പെട്ടു. പന്തീരാങ്കാവ് എടക്കുറ്റിപ്പുറത്ത് ദിൽഷാദാണ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടത്. ഇയാളുടെ കാറിൽ നിന്ന് 51 ഗ്രാം MDMA ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ലളം പോലീസും ഡാൻസാഫും ചേർന്നാണ് പരിശോധന നടത്തിയത്. പ്രതിയുടെ കാറിൽ ഒളിപ്പിച്ച് MDMA ഗ്ലാസ് തകർത്താണ് ഉദ്യോഗസ്ഥർ പുറത്തെടുത്തത്. 10ഓളം കേസുകളിൽ പ്രതിയായ ദിൽഷാദിന് വേണ്ടി തിരച്ചിൽ നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. സാമ്പത്തിക സഹായം നൽകിയത് കുറഞ്ഞുപോയി. കണ്ണൂരിൽ ബിഷപ്പ് ഹൌസിൽ കയറിയ വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിപിടിയിൽ. സാമ്പത്തിക സഹായം ചോദിച്ചെത്തിയ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. വൈദികൻ സഹായമായി നൽകിയ തുക കുറഞ്ഞുപോയെന്നാരോപിച്ച് കറിക്കത്തി ഉപയോഗിച്ചായിരുന്നു ഇയാൾ വൈദികനെ ആക്രമിച്ചത്. തനിക്ക് സുഖമില്ലാത്ത ആളാണെന്നും അതിനാൽ സഹായിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് വൈദികൻ 1000 രൂപ സാമ്പത്തിക സഹായം നൽകി. എന്നാൽ ഇത് കുറഞ്ഞുപോയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ വൈദികന്റെ വലത് കൈക്കും വയറിനും കുത്തേറ്റു. ഇദ്ദേഹം നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കെനിയയിലെ വാഹനാപകടം. മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ പിന്നീട് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകും. ഇതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജനപ്രതിനിധികൾ അറിയിച്ചു. ഇന്നലെയായിരുന്നു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി നെയ്റോബി അധികൃതരുടെയും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതരുടെയും അനുമതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് എന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു.